എയിംസിന്റെ കാര്യത്തിൽ തരാം എന്നുള്ള ഒരു ഉറപ്പ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചു. കേരളത്തിലെ എല്ലാ എംപിമാരും എയിംസിന്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ്സ് അതും വളരെയധികം, കാരണം ഇന്ന സ്ഥലം വേണമെന്ന് ഞങ്ങൾ സ്ട്രെസ് ചെയ്യുന്നില്ല. 200 ഏക്കർ വീതമുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. പക്ഷെ അതിലൊരു പ്രശ്നം തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചുള്ളത്, ഇവിടെ നമ്മൾ ഓപ്പൺ ജയിലാണ് കൊടുത്തിരുന്നെങ്കിലും സുപ്രീം കോടതി വിധി അനുസരിച്ച് അത് ബ്രഹ്മോസിന് കൈമാറേണ്ടതുണ്ട്, ബ്രഹ്മോസിന്റെ വികസനത്തിന്. അപ്പോൾ പിന്നെ ആകെ 50 ഏക്കറേ ഉണ്ടാവുള്ളൂ. അത് സഫീഷ്യന്റ് അല്ല, കാരണം 200 ഏക്കറെങ്കിലും ഒരു ഫുൾ ഡെവലപ്മെന്റ് ആവശ്യമാണ്. അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തിരുവനന്തപുരത്തും കാട്ടാക്കട കൊടുത്തിട്ടുണ്ടെങ്കിലും, അപ്പൊ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ട്രിവാൻഡ്രം, അതുപോലെ തന്നെ ചാലക്കുടി, പിന്നെ ഇപ്പൊ നിലവിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നൽകിയ കോഴിക്കോട്, പിന്നെ കോട്ടയത്ത് നമ്മുടെ ഹിന്ദുസ്ഥാൻ ന്യൂസ്പ്രിന്റ് ഫാക്ടറി, അങ്ങനെ ഒരു 6-7 സ്ഥലങ്ങൾ സർവേ നമ്പർ ഉൾപ്പെടെ, ചാലക്കുടി സർവേ നമ്പർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇത്തവണ എയിംസ് നൽകാമെന്നുള്ള ഒരു ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിന് പുറമെ ഏതാ, തീർച്ചയായിട്ടും ഇത്തവണ വളരെ ഉദാരമായിട്ടുള്ള സമീപനമാണ് മന്ത്രി സ്വീകരിച്ചത്. പിന്നെ കോടികൾ മുടക്കി മുമ്പ് കെട്ടിടങ്ങളൊക്കെ ഒരുക്കിയിട്ടും MBBS പഠനം ആരംഭിക്കാൻ കഴിയാത്തൊരു തെറ്റാണെന്ന് മന്ത്രി പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അടച്ചുപൂട്ടിയത് ശരിയല്ല എന്നുള്ള അഭിപ്രായം മന്ത്രി പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി 9:30 മണിക്കാണ് കേന്ദ്രമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചത്. കാരണം 4 മണിക്കായിരുന്നു അപ്പോയിന്റ്മെന്റ് എങ്കിലും ഇന്നലത്തെ ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ 9:30 മണിക്കാണ് അദ്ദേഹം പ്രത്യേകം ടൈം തന്നു. അദ്ദേഹമായിട്ട് ഏതാണ്ട് 3/4 മണിക്കൂറോളം നടത്തിയ ചർച്ച വളരെ ഫലപ്രദമായിരുന്നു. ഇപ്പോ എടുത്ത ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോ തിരുവനന്തപുരത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജ്, കെ കരുണാകരൻ സ്മാരക ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ഇപ്പോ കേന്ദ്രത്തിന്റെ ഒരു പോളിസി അനുസരിച്ച് ഒരു ജില്ലയിൽ 1-ൽ കൂടുതൽ മെഡിക്കൽ കോളേജിന് അനുമതി നൽകാറില്ല. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ച്, അതായത് ഇത് 2015 അംഗീകാരം കിട്ടിയ കോളേജാണ്. അന്ന് 100 സീറ്റ് അനുവദിച്ചിരുന്നു. കെട്ടിടം പണി ഒക്കെ പൂർത്തിയായതാണ്. മെഡിക്കൽ കൗൺസിൽ പരിശോധിച്ച് 100 സീറ്റ് സാങ്ഷൻ ചെയ്തതാണ്. പിന്നീട് വന്ന സർക്കാരാണ് അത് ഏകപക്ഷീയമായിട്ട് അടച്ചുപൂട്ടിയത്. ആ സാഹചര്യത്തിൽ ഇതൊരു സ്പെഷ്യൽ കേസായി പരിഗണിക്കാമെന്നും അടുത്ത ഫെബ്രുവരിയിൽ, കാരണം സാധാരണ മെഡിക്കൽ കോളേജിലേക്ക് അപേക്ഷ കൊടുക്കേണ്ട പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന ഫെബ്രുവരിയിലാണ്, മാർച്ചിൽ ക്ലോസ് ചെയ്യും. ഇത്തവണ അതുകൊണ്ട് അടുത്ത ഫെബ്രുവരിയിൽ 2027 ഫെബ്രുവരിയിൽ പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ അപേക്ഷ കൊടുത്താൽ തീർച്ചയായിട്ടും സാങ്ഷൻ തരാം എന്ന് തന്നെ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ ആരംഭിക്കുന്നതിനുള്ള പ്രപ്പോസൽ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് 14 ജില്ലകളിലും ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ട്രോമ കെയർ സെന്റർ ആരംഭിക്കാനുള്ള സഹായം നൽകാൻ സമ്മതിച്ചു. ആ കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസിന്റെ പരിധി ഉയർത്തണം എന്നുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യവും അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ 3 മെന്റൽ ഹെൽത്ത് സെന്ററുകൾ കേരളത്തിൽ, അതിന്റെ നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായ, ഇപ്പൊ നിങ്ങൾക്കറിയാം വലിയൊരു പ്രശ്നമാണ്, ഹൈക്കോടതി വരെ വളരെ ശക്തമായിട്ട് അവരുടെ അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് കേന്ദ്രത്തിന്റെ ഡെവലപ്മെന്റിനുള്ള കേന്ദ്ര സഹായം നൽകാനും മൂന്നെണ്ണം, അതായത് തൃശ്ശൂര്, തിരുവനന്തപുരം, കോഴിക്കോട്. അത് നമ്മള് അല്ല, അതിന്റെ ഡെവലപ്മെന്റിന്റെ സ്ഥലമൊക്കെ നമ്മൾ കൊടുക്കണം. കേന്ദ്രം സഹായിക്കാന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതെ, പുതിയതായിട്ട് അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി. പിന്നെ NHM-നുള്ള ഫണ്ട് കേരളത്തിന് കിട്ടുന്ന പോരാ എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പിന്നെ
ചില വില കൂടിയ മരുന്നുകളൊക്കെ കേരളത്തിന് ആവശ്യമാണ്. കാരണം പല പുതിയ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. നിപ വന്നു ഇവിടെ, പിന്നെ അബോള വന്നില്ല ഭാഗ്യത്തിന്. അപ്പൊ ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ആവശ്യമായിട്ടുള്ള മരുന്ന് കേന്ദ്രത്തിന് നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും വളരെ അനുഭാവമായിട്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച്. വളരെ വൈകിയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് രാത്രി മുക്കാൽ മണിക്കൂറോളം 15 മിനിറ്റാണ് സമയം നൽകിയെങ്കിലും 3/4 മണിക്കൂറോളം ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും അദ്ദേഹം മനസ്സിലാക്കി.